1977 ജിദ്ദ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ സെക്രട്ടറി കേരളം സന്ദർശിച്ചപ്പോൾ മേൽ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. 1977 ജിദ്ദ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ സെക്രട്ടറി കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞത്, എനിക്ക് കേരളത്തിലൊരു ഷെയ്ഖുണ്ട്. ആരാണെന്നറിയുമോ? അത് മഹാനായ ഷംസുൽ ഉലമയെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പരസ്യമായി ആഗ്രഹവും അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോ മംഗലാപുരത്താണ് വിമാനം ഇറങ്ങിയത്. എപ്പോഴാണ്? 1977 കഥയായി പറയുന്നത്. 1921 കഥയല്ല. വിമാനം ഇറങ്ങിയ ഉടനെ പറഞ്ഞത്, ആദ്യം അന്വേഷിച്ചത് ഐന ഷെയ്ഖ് അബൂബക്കർ, എവിടെയായിരുന്നു ഷെയ്ഖ് അബൂബക്കർ എന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമയാണ്. മഹാനവർകൾ എവിടെയാണ്, എനിക്കൊന്ന് കാണണമെന്ന് പറയുകയാണ്. ആതിഥേയർ അനിഷ്ടം പ്രകടിപ്പിച്ചു. കാരണം കൂട്ടാൻ പോയവരൊക്കെ വിധേയികൾ എങ്ങനെയാ ശംസുൽ ഉലമയുടെ അടുത്ത് ഈ മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരിക? അങ്ങനെ അനിഷ്ടം പ്രകടിപ്പിച്ചെന്ന് മാത്രമല്ല, റോഡൊന്നും ശരിയില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, അതിൽ പോകാൻ പറ്റൂല, റോഡൊന്നും ശരിയില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കുന്ന പരിപാടി ഉണ്ടാകരുത്, മന്നാഉൽ ഖൈറാകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ 100ാം വാർഷികം നടക്കുമ്പോ ഓരോ സ്ഥലത്തും തഹിയയുടെ പിരിവുകൾ നടത്തുമ്പോ ആ പിരിവുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മന്നാഉൽ ഖൈറാണ്. മന്നാഉൽ ഖൈറിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർ വ്യഭിചാര സന്തതികൾ എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ തടഞ്ഞു വെക്കരുത്. ഖൈറിനെ തടയാൻ പാടില്ല. ആതുരാലയങ്ങളും ഹോസ്പിറ്റലുകളും പ്രയാസപ്പെടുന്നവന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് തഹിയ എന്ന സംവിധാനം ഉണ്ടാക്കിയതെങ്കിൽ ആ സംവിധാനം പോലും സമസ്ത കൊടുക്കണമെന്ന് പറയുമ്പോ തടഞ്ഞു വെച്ചവന് എന്ത് അധികാര സമസ്ത എന്ന് പറയാനുള്ളത്? ചില ആള് പറയും, ഞാൻ സമസ്തക്കാരനാകണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് എന്താണെന്നറിയുമോ? 40ഓളം വരുന്ന സമസ്തയുടെ മുഷാവറ മെമ്പർമാർ ഒരു കാര്യം തീരുമാനിച്ച് പ്രഖ്യാപിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവർ, എന്ത് കോളിളക്കമുണ്ടായാലും, ഏത് കൊടുങ്കാറ്റുണ്ടായാലും, ഏത് ഭൂകമ്പമുണ്ടായാലും സമസ്ത പറഞ്ഞെടുത്ത് നിൽക്കുന്നവനാണ് ഖാലിസായ സമസ്തക്കാരൻ. അവനെയാണ് ഷജറ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, ഷജറ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഷജറത്തുൻ ത്വയ്യിബ എന്നും കൂടെ പറയണം.